ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടർബോ ജോസേട്ടൻ, നമ്മുടെ ജോസേട്ടനെ കാണാൻ വേണ്ടി ഞാൻ ഇന്ന് തൃപ്രയാർക്കാണ് വന്നിരിക്കുന്നത്. നമ്മളുള്ളത് VB സിനിമാസ്. ഇവിടെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം എന്താണ് തൃശ്ശൂർ ആകെ ഒഴിവാക്കി ഇവിടെ സെലക്ട് ചെയ്യാൻ രണ്ട് കാരണങ്ങളാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു പടം കണ്ടിരുന്നു. ഗംഭീര സൗണ്ട് എഫക്റ്റ് ആണ്, ഗംഭീര സ്ക്രീനാണ്, നല്ല വലിപ്പമുള്ള സ്ക്രീനാണ്. ഏകദേശം രാഗത്തിലൊക്കെ പോലെ അത്ര വലിപ്പമുള്ള സ്ക്രീനാണ്, സ്ക്രീൻ 1. അപ്പൊ ഗ്രേറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം പറയണം, VB സിനിമാസിൽ രണ്ട് കാര്യങ്ങളോട്, പിന്നെ എന്റെ വർക്ക് സംബന്ധമായിട്ട് എനിക്ക് തൃപ്രയാർ വരേണ്ട കാര്യമുണ്ട്. അപ്പൊ പടം കഴിഞ്ഞിട്ട് നേരെ വർക്കിന് പോലെ നല്ല രീതിയിലാണ് ഇവിടെ വന്നത്. അപ്പോ പടം കണ്ടു. ശരിക്ക് നല്ല തിയേറ്ററിൽ കാണേണ്ട ഒരു പടമാണിത്. ഒരു രക്ഷയില്ലാത്ത BGM, ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ്, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ എടുത്തുള്ള ക്യാമറ, മോളൊന്നും അടിയുന്ന ഏതൊക്കെ ആംഗിൾ എന്ന് വെച്ചിട്ട് എടുത്തുള്ളതെന്ന് അറിയില്ല, പ്രത്യേകിച്ച് ഫൈറ്റ് സീനുകളിൽ. അപ്പൊ ടർബോ ജോസേട്ട, മമ്മൂക്ക, പൈസ എത്രയാ ചങ്ങാതിക്ക്? അതൊരു അഴിഞ്ഞാട്ടാണ് ഈ പടം. പക്ക ഇടിപ്പടം. ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിൻഡിലിടി. ഒരു ഏഴ് ഫൈറ്റ് ഉണ്ട്. 7 ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 നമുക്ക് ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവം അങ്ങനത്തെ ഫൈറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇയാളുടെ എനർജി ലെവൽ വെച്ച് ഇടിക്കുന്ന ഒരു ഇടികളുണ്ട്. മമ്മൂട്ടിയുടെ സ്ഥിരം സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോത്തൊരെണ്ണം, നെഞ്ചത്തേക്ക് ഒരു ചവിട്ട്, കൈകൊണ്ട് ഇടി. അതാണ് ആളെ സീൻ. അതിന് കുറച്ച് മാറ്റിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഫിനിഷ് പ്രഭുച്ചേട്ടനല്ലേ ഇതിന്റെ ആക്ഷൻ ചെയ്തുള്ളതാന്ന് തോന്നുന്നു, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ആള് മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട് മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ലുക്ക് വെച്ചിട്ട്. അത് രസമാക്കി ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫൈറ്റ് തന്നെയാണ് ഇതിൽ ഹൈലൈറ്റ്സ്. പിന്നെ കഥ കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ കണക്ട് ആയിട്ട് പടത്തിന് വരുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ കയറണ്ട. പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ബാങ്കിങ് മേഖലയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചുപോയവർ അക്കൗണ്ട് പൈസ കെടുക്കുന്നത്, തിരുവല്ല എന്ന സ്ഥലത്ത് മാത്രം 6000 കോടി രൂപ ബാങ്കിൽ അക്കൗണ്ടിൽ കെടുക്കണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ചെന്നൈ പോലത്തെ ഒരു സിറ്റിയിൽ എത്ര പൈസ കെടുക്കണ്ടാവും? അതിലൊരു ലോബി ആ പൈസ അളക്കുന്നു. പിന്നെ കുറച്ച് പൊളിറ്റിക്സ്, റിസോർട്ട് രാഷ്ട്രീയം, അതൊക്കെ ഈ പൈസ കൊണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് പോകുന്നില്ല, ക്ലീഷയായി പോകും. അതാണ് ഈ പടം. അപ്പൊ അതിനെതിരെ പ്രതികരിക്കേണ്ട അവസരങ്ങൾ വരും, മരണം കാര്യങ്ങളൊക്കെ വന്ന് പ്രതികരിക്കുന്ന മമ്മൂക്ക. നമുക്കറിയാം അതിൽ അവരുടെ ഭാഗങ്ങൾ പ്രെഡിക്റ്റബിൾ ആണ്. അതിലൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് പക്ക മാസ് മസാല പടമാണ്. കണ്ടിരിക്കാം, 2.5 മണിക്കൂർ നേരം കണ്ടിരിക്കാം. ആ രീതിയിൽ പോയി ടിക്കറ്റ് എടുക്കുക, എൻജോയ് ചെയ്ത് കാണുക, നല്ല തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. പെർഫോമൻസുകൾ, മമ്മൂക്കയുടെ പെർഫോമൻസ് പ്രത്യേകിച്ച് പറയുന്നില്ല, അഴിഞ്ഞാടിയിട്ടുണ്ട്. അവർ എടുത്തു പറയേണ്ടത് രാജ്ബി ഷെട്ടി, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. നമുക്കറിയാം ഈ ഒരു റോള് നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു വില്ലൻ റോള് ചെയ്യാൻ വേറൊരാളില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ രാജ്ബി ഷെട്ടിയെ പോലത്തെ ഒരാളോട് കൊണ്ടുവന്ന് എനിക്ക് സംശയമുണ്ട്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നായിക എല്ലാവരും ഓരോ ക്യാരക്ടേഴ്സ്, ബിന്ദു പണിക്കര്, പിന്നെ നമ്മുടെ നായികയുടെ പേരെന്താ, ഓള്, പിന്നെ ശബരീഷ്, എല്ലാവരും, ഓട്ടോ ബില്ല, കുറെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. വില്ലന്മാര് കുറെ പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ ഗ്രേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇതിൽ ചെറിയ റോള് ചെയ്ത എല്ലാവരും കാസ്റ്റ്, എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചെറിയ റോളായാലും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ മേക്കിംഗ് രീതി ഞാൻ പറഞ്ഞു, വൈശാഖ്. പിന്നെ ഞാൻ പറയുന്നത് മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് വൈശാഖിന്റെ ഡയറക്ഷൻ, വൈശാഖിന് പണി അറിയാം, ഡയറക്റ്റ് അറിയാം. അപ്പൊ ഒരു നല്ല സ്ക്രിപ്റ്റ് കിട്ടി, ഒരു മാസ് മസാല പടമാണ്. അതിന് പറ്റിയ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയ സമയത്ത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വൈശാഖിന് പറ്റിയിട്ടുണ്ട്. മമ്മൂട്ടിനെ വെച്ചിട്ടുണ്ട് പോക്കിരാജൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റില് നമ്മുടെ പുലിമുരുകളിലെ മറ്റേ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് ഒഴിവാക്കിയിട്ട്, പക്ഷെ മമ്മൂട്ടിക്ക് അത് പറ്റുന്നില്ല. അതൊക്കെ മനസ്സിലാക്കാൻ രണ്ട് സീനൊക്കെ നോക്കിയിട്ട് അത് പക്ഷെ മറച്ചിലും ചാടലൊക്കെ ഉണ്ട്, അത് നമുക്ക് പറ്റുന്നില്ല. ഏജിന്റെ ലിമിറ്റേഷൻ ഉണ്ട്, പക്ഷെ എന്നാലും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, മിഥുൻ മാനുവലിന്റെ സ്ക്രിപ്റ്റ് ഈ പടത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ വളരെ ഒരു പഞ്ച് കിട്ടുമായിരുന്നില്ല. മിഥുൻ മാനുവലിന്റെ എക്സ്പീരിയൻസും വൈശാഖിന്റെ എക്സ്പീരിയൻസും മമ്മൂട്ടിയുടെ സ്റ്റാറുടെ ഒക്കെ ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാൻ പറയണേ ഏറ്റവും മോശം സ്ക്രിപ്റ്റ് ആയിരുന്നു മിഥുൻ മാനുവലിന്റെ. പക്ഷെ മമ്മൂട്ടി എന്നൊരു ക്യാരക്ടർ അവിടെ വന്ന് പഴിഞ്ഞാടി. പക്ഷെ റെഡിക്ക് മമ്മൂക്ക രക്ഷയിലാണ്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് ആണ്. ഈ പടം നിങ്ങൾക്കൊരു 100 കോടിയിൽ എത്താൻ പറ്റട്ടെ. അതിനുള്ള സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലിക്കൊക്കെ കയറി കാണാൻ പറ്റിയ സാധനം ഉണ്ട്. എന്നാലും നോക്കാം നമുക്ക്. അത് മമ്മൂട്ടി ആഗ്രഹിക്കുന്ന പോലെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന 100 കോടി പടത്തിലേക്ക് എത്താൻ ഈ പടത്തിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് കാത്തിരിക്കാം. എല്ലാ മേഖലയിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ വർക്കുകളായാലും VFS കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ രീതിയിലൊക്കെ വരുന്നുണ്ട്. എല്ലാ മേഖലയിലും, ടെക്നിക്കൽ മേഖലയിലൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു 2.5 മണിക്കൂർ പാക്കേജാണ്. വെറുതെ ആഘോഷിക്കുക, അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. ഒരു മൂഡില് ടിക്കറ്റ് എടുക്കുന്നവർക്ക് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ ഒരു മൂവി. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ മുകേഷ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇതെന്റെ മാത്രം അഭിപ്രായമാണ്, ഇതെന്റെ മാത്രം ഒപ്പീനിയനാണ്.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. ഇതിന് കുറച്ചുകൂടി അപ്ഡേറ്റുകൾ ഉണ്ട്, നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യാം. ഇതിൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ മാത്രമാണ്. അപ്പോൾ ഓക്കെ, ബൈ.